എപ്പോഴില്ലെങ്കിലും എപ്പോഴേലും നമ്മളിങ്ങനെ രാത്രി ഒരു നൈറ്റ് ഡ്രൈവ് പോവട്ടാ, മക്കളെല്ലാം കൂട്ടിയിട്ട് പോകാൻ ഒരു രസമല്ലേ. അങ്ങനെ നമ്മളിതാ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം വെറുതെയെങ്കിലും നൂറ് പറഞ്ഞു ഇപ്പം നമുക്ക് എവിടെയിൽ പോവാൻ അങ്ങനെ വണ്ടി കയറി ഇരുന്നതാണ്. ഇന്ന സ്ഥലമൊന്നും ഇല്ല, എവിടെ എത്തുന്നേ അവിടെ എത്തും, അങ്ങനെയാണ് ഇടയ്ക്ക് നമ്മളിങ്ങനെ പോക്കുണ്ട് കേട്ടോ. ഒരു രസമാണ് രാത്രി. നെയ്ഹു ഇതാ നല്ല ഉറക്കത്തിലുണ്ടായിനെ. അങ്ങനെ നെയ്ഹുവിനെയും എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ആളൊന്നും അറിയില്ല, ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ പോവേന്ന്. അപ്പോഴാണ് നൂറ് നേരെ വിട്ടത് ധർമ്മശാലക്കാണ്. നമ്മളോട് പറഞ്ഞ് എപ്പോഴും ഈ മന്തിയും അൽഫാമും അതൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്, നമുക്കിന്ന് നോൺ വെജ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേട്ടാ. ഉടുപ്പി ദോശയിലാണ് നമ്മൾ ഈ ചായക്കാപ്പി അതിൻ്റെ നേരെ അപ്പുറത്തുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ കയറിയിട്ടുണ്ടായിന്. അപ്പം എന്താ പറയുക, അവിടെ പലതരം ദോശകളുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും നമ്മൾ കണ്ണൂർ കൃഷ്ണയിലൊക്കെ പോയാൽ ദോശ കഴിക്കണമെന്ന്. അങ്ങനെ പിന്നെ ഇതാ ഓരോരാൾ ഓരോരോ വെറൈറ്റി ദോശ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൊടി ഇഡ്ഡലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നൂറാക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടാ. പക്ഷെ അത് വമ്പൻ പരാജയമായിരുന്നു, ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഇത് മൈസൂർ മസാല ദോശ അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. 100 ബട്ടർ മസാല ദോശ, നെജ്ജു നെയ് റോസ്റ്റ്, അങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. നൂറാൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നൂറൊക്കെ ഇഡ്ഡലി തീരെ പിടിച്ചിട്ടില്ല. കാരണം വലിയ ടേസ്റ്റൊന്നും അതിനെടുത്ത് പറയാൻ മാത്രമുള്ള ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ടും ഉണ്ടായിട്ടില്ല, ജ്യൂസാണ് കുടിച്ചിന്. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു സ്പെഷ്യൽ ദോശയാണ്. ഇതും കുഴപ്പമില്ല, കുറച്ച് സ്പൈസി ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി ചായ ഒക്കെ കുടിച്ചിട്ടാ. അടുത്ത ചായ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശയും അങ്ങനെ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഇഡ്ഡലി വാങ്ങിയിട്ട് നമ്മൾ ആകെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഇതാണ് കേട്ടോ ചായ, അടിപൊളി ചായ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ എല്ലാവർക്കും കൂടിയിട്ട് വാങ്ങി. സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതും വാങ്ങി, അതും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് വന്നിട്ടാ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.